നമസ്കാരം. അഘോരവിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ ബന്ധുക്കളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ എല്ലാ കറുത്തവാവ് അഥവാ അമാവാസിക്ക് ശക്തയായ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു അറിവ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഒന്നുമല്ല, ധാരാളം വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പ്രത്യേകം എടുത്തു പറയേണ്ടത് എന്ന് വെച്ചാൽ, ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷു കാലം, അതായത് വിഷു മുതൽ അങ്ങോട്ട് മേടം 1-ാം തീയതി മുതൽ അങ്ങോട്ട് വലിയ ഭാഗ്യം തേടി വരും. നമുക്കറിയാം, പ്രകൃതിയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് വിഷുക്കാലം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരും. പക്ഷെ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ ലോട്ടറിയെ കുറിച്ച് ജ്യോതിഷ സംബന്ധമായ ഒരു ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും ലോട്ടറിയെ കുറിച്ച് പറയുന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് പറയുന്നത് നിങ്ങൾ ചോദിച്ചുകൂടായില്ല. സത്യമാണ്, എങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്. കാരണം വലിയ ഭാഗ്യങ്ങൾ നേടാൻ, അത് നേടിയെടുക്കാൻ ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ലോട്ടറിയൊക്കെ ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് എടുക്കുന്നവർ പലരും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് എടുക്കുന്നവർക്ക് അത് അനുകൂലത്തിൽ വരാനും എടുക്കാത്തവർക്ക് പല സാഹചര്യങ്ങളിലൂടെ ഭാഗ്യം വന്നു ചേരും. ഒന്നില്ലെങ്കിൽ ജോലിയായിട്ടോ, അല്ലെങ്കിൽ പലവരിൽ നിന്നും സാമ്പത്തികമായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിലൊക്കെ ഒരു ലോണിനൊക്കെ അപേക്ഷിച്ചിരിക്കുകയാണ്, കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അത് അപ്രതീക്ഷിതമായി നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് കിട്ടാക്കടമായി കിടക്കുന്ന പണമോ, അല്ലെങ്കിൽ നമ്മുടെ പൂർവിക സ്വത്തുകൾ വിറ്റുപോകാതിരിക്കുന്നത് വിറ്റുപോവുക. അങ്ങനെ ഭാഗ്യം പല വഴിയിലൂടെ ആയിരിക്കും ഒരാളെ തേടി വരുന്നത്. ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ഭാഗ്യം എങ്ങനെ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള നക്ഷത്രക്കാര്, അതായത് ലോട്ടറി എടുത്താൽ പോലും ഇവർക്ക് ലോട്ടറി അടിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ലോട്ടറി ഗ്രന്ഥങ്ങളിലൊന്നും ലോട്ടറി എഴുതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോട്ടറി എടുത്താൽ ഇവർക്ക് അത് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന ചില പ്രവൃത്തി കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം തീർച്ചയായിട്ടും അനുകൂലത്തിൽ വരുന്നതായിരിക്കും. കാരണം ഇതിൽ പറയുന്ന നക്ഷത്രക്കാര്, കാരണം ഇവർ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പേറി മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ടും ജീവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ചിലർക്ക് നല്ല അനുകൂല ജീവിത സാഹചര്യങ്ങളും വന്നു കയറിയിട്ടുണ്ടാവാം. എന്നാൽ മിക്കവാറും ഈ പറയുന്ന നക്ഷത്രക്കാരിൽ പൂരുരുട്ടായി നക്ഷത്രക്കാര് ബുദ്ധിമുട്ടി കണ്ണീര് കുടിച്ച് ജീവിതം ഒരു ദിവസം ദൈനംദിന ജീവിതത്തിലെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വിഷമിച്ചിരിക്കുന്ന പലവരുണ്ട് ഈ നക്ഷത്രക്കാര്. അത്തരം നക്ഷത്രക്കാർക്ക് ഈ മേടമാസം പിറന്നതോട് കൂടിയിട്ട് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും. അതിലൊന്നാണ് ലോട്ടറി ഭാഗ്യം. ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ അതിന് സാധ്യത ഉണ്ട് എന്നർത്ഥം. അത് പൂരുരുട്ടായി നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ നക്ഷത്രമാണ് പൂരുരുട്ടായി നക്ഷത്രം. ഇവർക്ക് വലിയ ഭാഗ്യങ്ങൾ വരുന്നതോടൊപ്പം തന്നെ ഇവരുടെ പല കാര്യങ്ങളും അനുകൂലത്തിലാവുന്നതായിരിക്കും. ഇത്രയും കാലം കഷ്ടപ്പാടും ദുരിതവുമായി ജീവിച്ചവർക്ക് ഒരു പിടിവള്ളി എന്ന നിലയിലായിരിക്കും ഈ ഭാഗ്യം വന്നു ചേരുക. നമ്മൾ പ്രയത്നിക്കുന്നതോടൊപ്പം താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും. പൂരുരുട്ടായി നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഈ ഭാഗ്യത്തിന്റെ ആക്കം കൂട്ടാൻ ചെയ്യേണ്ടത്, ഇതിൽ 6 എന്ന് പറയുന്ന നമ്പർ ഉൾപ്പെടുന്ന ദിവസമോ പല ശുഭകാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കുക. 6 എന്ന സംഖ്യയെ തിരഞ്ഞെടുക്കുക. ഇത് നിങ്ങൾക്ക് അനുകൂലത്തിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് കുബേര ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, കുബേര സ്തോത്രങ്ങൾ ജപിക്കുക, കുബേര മന്ത്രങ്ങൾ ജപിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായിരിക്കും. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന നക്ഷത്രത്തിന്റെ അടുത്ത നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങളുടെ ഒരു സമയമാണ് മേടമാസം മുതൽ അങ്ങോട്ട്. പല രീതിയിലും ഭാഗ്യം വരെ തേടിയെത്തും. അത് ചിലപ്പോൾ ലോട്ടറിയുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ വസ്തു വിൽപ്പന രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ കിട്ടാക്കടമായി കിടക്കുന്ന പണമായിരിക്കാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പണം ലഭിച്ചേക്കാം. അത് എങ്ങനെയെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അതാണ് നേരത്തെ പറഞ്ഞത്,
ഭാഗ്യം എങ്ങനെ എപ്പോൾ നമ്മുടെ കൈകളിൽ എത്തും എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നല്ലൊരു ജോലിയുടെ രൂപത്തിലായിരിക്കാം. ദൈവം എപ്പോ ആരുടെ മുമ്പിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടും എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങളാണ് വരുന്നത്. ലോട്ടറി എടുത്താൽ പോലും ഈ സമയത്ത് അവർക്ക് അടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ആ ഭാഗ്യത്തിന്റെ ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട്, ഭാഗ്യം കൂടുതലായിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ശ്രമം കൂടി ആവശ്യമാണ്. ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഭാഗ്യം ചിലപ്പോൾ വന്നോളുന്നില്ല. നമ്മുടെ പ്രവൃത്തിയും കൂടിയും അനുകൂലമായി ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. അപ്പൊ തിരുവാതിര നക്ഷത്രക്കാർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഇവർക്ക് അനുകൂലമാണ്. അതുപോലെ ചില ഭാഗ്യ യന്ത്രങ്ങൾ ധരിക്കുന്നതും ഇവർക്ക് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായിരിക്കും. രാജഗോപാല യന്ത്രം എന്ന് പറയുന്ന ഒരു യന്ത്രം നല്ലൊരു ആചാര്യനെ കൊണ്ട് തയ്യാറാക്കിച്ച് അത് ധരിച്ചാൽ ഭാഗ്യവർദ്ധനവും ഉണ്ടാകും. ശ്രീകൃഷ്ണസ്വാമിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതായിരിക്കും. ഈ കാറ്റഗറിയിൽ വരുന്ന അടുത്ത നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യങ്ങളാണ് കാത്തിരിക്കുന്നത് ഈ വിഷുക്കാലം മുതൽ അങ്ങോട്ട്. വലിയ ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. അതാണ് പറഞ്ഞ് ലോട്ടറി എടുത്താൽ പോലും അടിക്കാൻ ശേഷിയുള്ള ഒരു ഭാഗ്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങളുടെ ഭാഗ്യം അത്ര നിസ്സാരമായി കാണരുത്. നല്ല ഭാഗ്യം തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക്. ഒരു ജന്മം മുഴുവൻ കഷ്ടപ്പാടും ദുരിതവുമായി കണ്ണീരുമായി ജീവിച്ചവരായിരിക്കും പലരും കാർത്തിക നക്ഷത്രക്കാരിൽ. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ എന്നും സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണ്. എന്നാൽ ഇവരുടെ ജീവിതം സത്യത്തിൽ ഒരു കുടം കമിഴ്ത്തി വെച്ച മാതിരിയാണ്. കാരണം ഒന്നുമില്ല കുടത്തിനുള്ളിൽ. അതുപോലെ തന്നെ ആയിരിക്കും പലരുടെയും ജീവിതം കാർത്തിക നക്ഷത്രക്കാര്. അപൂർവങ്ങളിൽ അപൂർവമായി ജീവിത വിജയം നേടുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ. സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതം കരപിടിക്കുന്നവരാണ്. അതും ഇവിടെ നിർബന്ധമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക്. എന്തായാലും കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷുക്കാലം അനുകൂലമായി വരുന്നതായിരിക്കും. പല ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ദുർഗാദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, ദുർഗാദേവി സ്തോത്രങ്ങൾ ജപിക്കുക, ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക. ഇതൊക്കെ ഇവർക്ക് അനുകൂലമായി വരുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവർ ചെയ്യേണ്ടത് കുബേര യന്ത്രം ഏലസായിട്ട് ധരിക്കുക, നല്ലൊരു ആചാര്യനെ കൊണ്ട് തയ്യാറാക്കിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും ഈ കാറ്റഗറിയിൽ വരുന്ന അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു ഭാഗ്യസംഖ്യ ഉണ്ട്. 6, 7 തുടങ്ങിയ സംഖ്യകളൊക്കെ അവർക്ക് അനുകൂലമായി വരുന്നതായിരിക്കും ഈ സമയത്ത്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരുടെ ജീവിതം വളരെ കഷ്ടപ്പാടും ദുരിതങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടാവുക. കണ്ണീരും കൈയുമായി ആയിരിക്കും പലരും ജീവിക്കുന്നത്. പുറമെ കാണുന്നവർക്ക് ഇവർ എന്നും നല്ല രീതിയിൽ ശരീരത്തിൽ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു പോകുന്നവരായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഇവരുടെ ജീവിതത്തിൽ തീരാ ദുഃഖങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും. പുറത്തു പറയാൻ മടിക്കുന്ന തീരാ ദുഃഖങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ആ മകനക്ഷത്രക്കാർക്ക് ഈ മേടമാസക്കാലം മുതൽ അങ്ങോട്ട് വലിയ ഭാഗ്യങ്ങളുടെ ഒരു കാലം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന് ഒരു കാരണമായി തീരുന്നതായിരിക്കും. അതായത് ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത വിജയത്തിന് ഇതൊരു കാരണമായി തീരുന്നതായിരിക്കും. നല്ല രീതിയിൽ മകനക്ഷത്രക്കാർ പ്രാർത്ഥന നടത്തുക. രാവിലെ സൂര്യഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഹോം സൂര്യായ നമ എന്ന മന്ത്രം സ്ഥിരമായി 108 ജപിക്കുക. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ സ്വർണ്ണ ആകർഷണ ഭൈരവ യന്ത്രം തയ്യാറാക്കി ധരിക്കുന്നതും ഇവരുടെ ഭാഗ്യം കൂട്ടാൻ സഹായിക്കുന്നതായിരിക്കും. മകനക്ഷത്രക്കാർക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും വന്നു ചേരും ഈ വിഷുക്കാലം മുതൽ അങ്ങോട്ട്. ഈ കാറ്റഗറിയിൽ വരുന്ന അടുത്ത നക്ഷത്രമാണ് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യങ്ങളുടെ ഒരു കാലം തന്നെയാണ് എന്ന് പറഞ്ഞു. പല സ്ഥലത്തും പോയി അല്ലെങ്കിൽ പല പ്രവർത്തികളും ചെയ്ത് പല ജോലികൾ മാറി മാറി ചെയ്ത് വിജയം എത്തിപ്പിടിക്കാൻ കഴിയാത്തവരായിരിക്കും മിക്കവാറും പൂര നക്ഷത്രക്കാര്. പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും അവര്. കലാരംഗത്ത് പ്രവർത്തിച്ചവരുണ്ടായിരിക്കാം,
കൽപ്പണി രംഗത്ത് പ്രവർത്തിച്ചവരുണ്ടായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും ഇവർക്കൊരു ജീവിതത്തിൽ ഒരു വിജയം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പലർക്കും ഓട്ടക്കയ്യാണ്, വരുമാനം ഉണ്ടായിരിക്കാം, അത് പോകുന്ന വഴിയും കാണുന്നില്ല. അങ്ങനെയായിരിക്കും മിക്കവാറും പൂരനക്ഷത്രക്കാര്. ധാരാളിത്തമായ ചെലവ് വരിക, അനാവശ്യമായ ചെലവ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെലവായിരിക്കും ഇവർക്ക് വരിക ജീവിതത്തിൽ. അതിനൊരു അറുതി വരാൻ പോവുകയാണ്. സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും, ധനം ആകർഷിച്ച് ഇവരുടെ അടുത്തേക്ക് വരും. പക്ഷെ നമ്മുടെ പ്രവൃത്തികളും അതിനനുകൂലമായിട്ട് വരണം എന്ന് മാത്രം. പൂരം നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങൾ വരും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ പ്രവൃത്തി അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ഈ വിഷുക്കാലത്ത് ചെയ്യേണ്ടത് ദാനധർമാദികൾ ചെയ്യുക. നമ്മളാൽ കഴിയുന്ന അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യുക. ഭക്ഷണം, വിശന്നിരിക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനും വലിയ ഒരു പുണ്യം കിട്ടാനില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ധനം കഴിയുമെങ്കിൽ ദാനം ചെയ്യുക. അർഹതപ്പെട്ടവർക്ക് ഉള്ളതുപോലെ ദാനം ചെയ്യുക. ഇവർക്ക് അനുകൂലമായി, ഇവരുടെ ജീവിതം അനുകൂലമായി വരാൻ സഹായിക്കുന്നതായിരിക്കും. എന്തായാലും ഇവര് സ്വർണാകർഷണ ഭൈരവ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഈ ഭൈരവ യന്ത്രം തന്നെ നല്ലൊരു ആചാര്യനെ കൊണ്ട് തയ്യാറാക്കിച്ചിട്ട് ധരിക്കുക. പൂരം നക്ഷത്രക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഈ മേടമാസം മുതൽ അങ്ങോട്ട് ഒരു വർഷക്കാലം വരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം ഇതിൽ വരുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു സമയമായിരിക്കും. കാരണം പരാതികളും ജീവിത പ്രാരാബ്ദങ്ങളും നിറഞ്ഞൊരു ജീവിതമാണ് ഇവരുടെ. ദിനം പ്രതി അത്ര അധികം കഷ്ടപ്പാട് ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാവും. അത്ര അധികം ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും ഇവര്. പക്ഷെ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലുള്ള ജീവിതം ഇവർക്ക് ഇതുവരെ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത്ര അധികം ജീവിതം വിജയം കണ്ടെത്തണം, പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്, ബിസിനസ് ഒക്കെ ചെയ്ത് പരാജയപ്പെട്ടവരായിരിക്കും മിക്കവാറും ഉത്രട്ടാതി നക്ഷത്രക്കാര്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിൽ ജീവിതം വിജയം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത്തരം പല പ്രവൃത്തികളും ചെയ്തിട്ട് പരാജയപ്പെട്ട ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലം എഴുതി വെച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും. ലോട്ടറി എടുത്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പൈസയും ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഈ മേടമാസം മുതൽ അങ്ങോട്ട്. എന്തായാലും നിങ്ങളുടെ ജീവിതം ധൈര്യമായിട്ടിരുന്നോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തർക്കവുമില്ല. പല ഗ്രഹങ്ങളും പ്രകൃതിയിൽ അനുകൂലമായിട്ട് വരുന്ന, അതായത് പല ഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ ധാരാളം മാറ്റങ്ങൾ വരുന്ന സമയം കൂടിയാണ്. അങ്ങനെ മാറ്റം വന്ന് അനുകൂലമാവുന്ന നക്ഷത്രക്കാരെ തിരഞ്ഞെടുത്തതാണിത്. അനുകൂലമായി വരാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. അതിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും വിഷുക്കാലം. പ്രതീക്ഷിക്കാത്ത പല വഴികളും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിരിക്കും. പല രീതിയിലും നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്നതായിരിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പണം വന്നു ചേരാനും സാധ്യതയുള്ള ഒരു സമയമാണ് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയത്തിന് വേണ്ടിയിട്ട്, ഒരു വിജയം വരുമ്പോൾ നമുക്കൊരു പരാജയം മിക്കവാറും മുന്നിലുണ്ടാവും. പക്ഷെ അത് ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിത വിജയത്തിലേക്കുള്ളതാണ്. ഒരു ധൈര്യമായിട്ടിരിക്കുക, ജീവിത വിജയം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ തീർച്ചയായിട്ടും മഹാവിഷ്ണുവിനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി യന്ത്രം നല്ലൊരു ആചാര്യനെ കൊണ്ട് ഏലസായിട്ട് ധരിപ്പിക്കുക. ഏലസായി തയ്യാർ ചെയ്തതിനു ശേഷം അത് ഒരു വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ്. ഈ കാറ്റഗറിയിൽ വരുന്ന അടുത്ത നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്കും ഈ ഒരു വിഷുക്കാലം വളരെ, ആ കഷ്ടകാലങ്ങളൊക്കെ മാറി, ആ ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ വിജയം വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം. ഇവർ എന്നും ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്ത് ജീവിതം കരപിടിക്കാൻ കഴിയാതെ അത്ര അധികം പാടുപെടുന്നവരാണ്. ഓരോ ദിവസവും തള്ളി നീക്കാൻ പാടുപെടുന്നവരാണ് ചിത്തിര നക്ഷത്രക്കാര്. വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച്, ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച്, നാളെ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ച് പരിഭ്രാന്തരാവുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ചിത്തിര നക്ഷത്രക്കാര്.
അപ്പം അത്തരം ആ പരിഭ്രാന്തിയൊക്കെ മാറ്റി സമാധാനമായിട്ടിരുന്ന് കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇനി മുതൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിങ്ങൾക്ക് വിജയത്തിലെത്താനുള്ള വഴികളാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ഒരു ലോട്ടറി എടുത്താലും അത് അടിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് മേടക്കാലം മുതൽ. മേടമാസക്കാലം മുതൽ അങ്ങോട്ട് വരാൻ പോകുന്നത് സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും. ചിലർ ഒരു ജോലിയുമില്ലാതെ അല്ലെങ്കിൽ ഒരു ജോലിയിൽ സ്ഥിരതയില്ലാതെ ഇന്നൊരു ജോലി നാളെ മറ്റൊരു ജോലി ഇങ്ങനെ മാറി മാറി പോകുന്നവർക്ക് ആ ജോലിയിൽ ഒരു സ്ഥിരത വരാന്, അതുപോലെ തന്നെയാണ് നിങ്ങൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താൽക്കാലികമായ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ വിജയത്തിലേക്ക് എത്താനുള്ള വഴികളായി വരും. അവിടെ നിന്ന് ധാരാളം സമ്പാദിക്കാനുള്ള വഴികളും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമായിരിക്കും. ചിത്ര നക്ഷത്രക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. 5 എന്ന സംഖ്യയെ വെച്ച് പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ശുഭമായി വരുന്നത് ഈ ഒരു വിഷുക്കാലം ശുഭകരമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനോട് അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ മാസവും കറുത്ത വാവിന് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ജീവിതം വിജയം കണ്ടെത്താൻ കഴിയാതെ വരിക, എന്നും പരാജയം മാത്രം ജീവിതത്തിൽ വരിക, നിങ്ങളുടെ ജാതകം പരിശോധിക്കണം ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് നമ്പറിലേക്ക് ജാതകമോ അതിന്റെ കോപ്പിയോ അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തോ അയച്ചു തരിക. ചെറിയ ദക്ഷിണ ഈടാക്കുന്നതായിരിക്കും. നോക്കി തിരിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും പുതിയൊരു അധ്യായത്തിൽ കാണും വരെ നന്ദി, നമസ്കാരം.